Today we can study about the types of cubic system. A cube, as you all know, has all the sides equal and angle equal to 90 degree. A cube, this is a cube. This cube has 6 faces. 1, 2, 3, 4, 5 and 6 faces. It has 8 corners. Here 4 corners and here 4 corners. And a cube has 12 edges. And regarding the type of cubic system, there are 3 types of cubic cells: simple cubic, body-centered cubic and face-centered cubic. There are mainly three types of cubic system: simple cubic, or it is also called primitive, body-centered cubic, face-centered cubic, and there is one more classification that can be end-centered. Primitive or simple cubic unit cell means particles are present, or constant particles are present only at the 8 corners of the cube. 8 കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് വന്നാൽ നമ്മൾ അതിനെ സിമ്പിൾ ക്യൂബിക് എന്ന് പറയും. ഇനി ബോഡി സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ 8 കോർണറിലുള്ള പാർട്ടിക്കിൾസ് കൂടാതെ ബോഡിയുടെ സെൻറ്ററിലൊരു പാർട്ടിക്കിൾസും കൂടെ വന്നാൽ നമ്മളതിനെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. ഇനി ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു ദി 8 കോർണർ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് 6 ഫേസസ്. എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുകൂടാതെ ക്യൂബിൻ്റെ 6 ഫേസിൻ്റെയും സെൻറ്ററിൽ പാർട്ടിക്കിൾസ് വന്നാൽ നമ്മൾ അതിനെയാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറയുന്നത്. ഇനി എൻഡ് സെൻറ്റേർഡ് ക്യൂബ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി 8 കോർണേഴ്സ് ഓഫ് ദി ക്യൂബ് ആൻഡ് ഓൾസോ അറ്റ് ദി സെൻറ്റേഴ്സ് ഓഫ് എനി 2 എൻഡ് ഫേസസ്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഓരോ ക്യൂബിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതൊരു ക്യൂബിക് സിസ്റ്റമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ക്യൂബാണ് ഇവിടെ യൂണിറ്റ് സെല്ല് കാണിച്ചിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ ഒരു കോർണർ നോക്കിയാൽ നമുക്കറിയാം. ഈ ഒരു ക്യൂബിൻ്റെ കോർണർ നോക്കിയാൽ ഇതൊരു കോർണറാണ്. ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് 2 എണ്ണം തമ്മിൽ ഷെയർ ചെയ്തു. മൂന്നാമതൊരു ക്യൂബ് വെച്ചാൽ ഈ ഒരു കോർണറിനെ 3 ക്യൂബ് തമ്മിൽ ഷെയർ ചെയ്തു. ഇവിടെ 4 എണ്ണം ഷെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഒരു 4 എണ്ണം കൂടെ വെച്ചാൽ ഈ ഒരു കോർണറിനെ ഷെയർ ചെയ്യുന്നത് 8 ക്യൂബുകൾ തമ്മിലായിരിക്കും. അപ്പോൾ 8 ക്യൂബ് തമ്മിൽ ഒരു കോർണറിനെ ഷെയർ ചെയ്താൽ ഒരു ക്യൂബിന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ഇതുപോലെ ഒരു ഫേസ്, ഈ ഒരു ഫേസിനെ ഷെയർ ചെയ്യുന്നത്, ഇത് ഒരു ഫേസാണ്. ഈ ഫേസിനെ ഷെയർ ചെയ്യുന്ന 2 ക്യൂബ് തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ ഷെയർ ചെയ്യുന്ന 2 ക്യൂബ് തമ്മിലാണ്. സോ ദ കോൺട്രിബ്യൂഷൻ ഈസ് 1/2. ഇനി ഒരു എഡ്ജിൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എഡ്ജിനെ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം. ഈ ഒരു എഡ്ജിനെ 4 എണ്ണം തമ്മിൽ ഷെയർ ചെയ്യും. സോ ദ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ഇനി നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദി 8 കോർണേഴ്സ് ഓഫ് ദ ക്യൂബ്. ഒരു കോർണറിനെ 8 ക്യൂബ് തമ്മിൽ ഷെയർ ചെയ്യും. സോ ദ കോൺട്രിബ്യൂഷൻ ഈസ് ഓൺലി 1/8. സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് 8 × 1/8, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി 8 കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് ആൻഡ് ഓൾസോ അറ്റ് ദി ബോഡി സെൻറ്റർ. കോർണറിലുള്ള പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്നത് 8 ക്യൂബ് കൂടിയാണ്. സോ ദ കോൺട്രിബ്യൂഷൻ ഈസ് 8 × 1/8, that is equal to 1 plus 1 at the body center. So 1 plus 1, that is equal to 2. So in a body centered cubic, number of particles is 2. The next is a face centered cubic. Face centered cubic means particles are present at the 8 corners of the cube and also at the center of 6 faces. Corner contribution is 1/8 × 8, that is equal to 1. And a face center is shared between only 2 other cubes.
ഫേസ് സെൻറ്റർ രണ്ടെണ്ണം തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. സോ ദ കോൺട്രിബ്യൂഷൻ ഈസ് 1/2. 1/2 into 6, that is 3. So the total number of particles in a face centered cubic is 8 into 1/8 plus 1/2 into 6, that is 1 plus 3, that is equal to 4. ഇത് നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ simple cubic or primitive number of particles is 8 into 1/8, that is equal to 1. Body centered cubic 8 into 1/8 plus 1 at the body center. So the number of particles is 1 plus 1, that is 2. In a face centered cubic 8 into 1/8 plus 6 into 1/2, that is 1 plus 3, that is equal to 4. ഇനി നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. A cubic crystal PQ in which P atoms are at the corners of the cube and Q atoms at the face center. Find the molecular formula. ഇതിൻ്റെ ആൻസർ number of P atoms corner of the cube ലാണ്. So the contribution 1/8 into 8, that is equal to 1. Number of Q atoms എന്ന് പറയുന്നത് ഫേസിൻ്റെ സെൻറ്ററിലാണ്. So 1/2 into 6, that is equal to 3. Therefore the formula of the compound is PQ3. അടുത്തൊരു ക്വസ്റ്റ്യൻ. A cubic crystal XY in which X atoms are at the corners of the cube and Y atoms at the body center. Find the molecular formula. അതിൻ്റെ ആൻസർ നോക്കിയാൽ number of X atoms is equal to X atom കോർണറിലാണ്. So 8 into 1/8, that is equal to 1. Number of Y atom at the body center ആണ്. Therefore the formula of the compound is PQ. Hope all of you have understood.